ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടിസ്ഥാന പാഠാവലിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടിസ്ഥാന പാഠാവലിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാവാൻ അത് വളരെയധികം സഹായിക്കും. ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കഥാപാത്ര നിരൂപണവും അനുഭവക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് എന്നിവയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഥാപാത്ര നിരൂപണം ഒന്ന് വായിച്ചു നോക്കാം. കഷ്ടിച്ച 6-7 വയസ്സ് മാത്രം മതിക്കുന്ന ആ പെൺകുട്ടിക്ക് പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യത ഉണ്ടായിരുന്നു. അശ്വതിയെക്കുറിച്ച് കഥാകൃത്ത് ഇങ്ങനെ പറയുന്നതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? മറ്റെന്തൊക്കെ സവിശേഷതകളാണ് അശ്വതി എന്ന കഥാപാത്രത്തിനുള്ളത്? ടി പത്മനാഭൻ്റെ അശ്വതി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അശ്വതി. കഷ്ടിച്ച 6-7 വയസ്സ് പ്രായമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. നിറം മങ്ങിയ പഴയ ഉടുപ്പാണ് അവളുടെ വേഷം. മുടിയിൽ എണ്ണമയം ഉണ്ടായിരുന്നില്ല. മുടി വാർന്നു കെട്ടുകയോ പിന്നിയിടുകയോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാട് പിടിച്ചു കിടന്നു. ലോകം പ്രതിഫലിക്കും വിധം സാമാന്യത്തിലധികം വലിപ്പമുള്ളതാണ് അവളുടെ കണ്ണുകൾ. തമിഴ്നാട്ടിൽ നിന്നും വന്ന് ഇവിടെ താമസം തുടങ്ങിയ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അശ്വതി. പറിച്ചു നട്ട ചെടി വെള്ളം കിട്ടാതെ വന്നാൽ വാടിപ്പോകും. പുതിയ നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതവും അങ്ങനെ തന്നെ. ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും നിസ്സഹായതയും ദാരിദ്ര്യവും കൊച്ചു കൊച്ചു മോഹങ്ങളും എല്ലാം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളായി കഥാകൃത്ത് അശ്വതിയെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അശ്വതിയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിശകലനക്കുറിപ്പ്. നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ല ഉണ്ടിളം മൊട്ടിടുന്നു. ആഴത്തിൽ ഇത്രയും താണിറങ്ങിപ്പോയ വേരിനി നീ എങ്ങനെ നീ പറിക്കും? ചേച്ചിയെ മുല്ലയോട് താരതമ്യം ചെയ്തതിൻ്റെ ഔചിത്യം വിശകലനം ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഇടശ്ശേരിയുടെ വിശേഷണം ഏതാണ്? നവീന കവിതയുടെ ആചാര്യൻ, ശക്തിയുടെ കവി, കാച്ചിക്കുറുക്കിയ കവിതകളുടെ രചയിതാവ്, കുറുക്കു കവിതകളുടെ രചയിതാവ്. അപ്പോൾ ഇടശ്ശേരിയുടെ വിശേഷണം എന്താണ്? ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ചേച്ചിയെ മുല്ലയോട് താരതമ്യം ചെയ്തതിൻ്റെ ഔചിത്യം. മണ്ണിൽ ആഴത്തിൽ വേരിറങ്ങിയ മുല്ലയോടാണ് കവി ചേച്ചിയെ സാമ്യപ്പെടുത്തുന്നത്. ആഴത്തിൽ വേരോടിയിരിക്കുന്ന മുല്ലച്ചെടി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ പല വേരുകളും പൊട്ടിപ്പോകും. പറിച്ചു നടന്ന സ്ഥലത്ത് വീണ്ടും വേര് പിടിച്ച് ആ മുല്ല തളിർത്തു വരുവാൻ ഏറെ നാൾ വേണ്ടിവരും. അതുപോലെയാണ് വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന ചേച്ചിയുടെ ജീവിതവും. വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഏകാന്തതയും അനുജനെ പിരിയുന്നതിലുള്ള ദുഃഖവുമെല്ലാം ചേച്ചി എങ്ങനെ മറികടക്കും എന്ന ആശങ്ക ഈ വരികളിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിശകലനക്കുറിപ്പ്. നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ലേഖകൻ ഇത് വ്യക്തമാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന 2 വ്യക്തികൾ 2 വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെയാണ് നാം പാർക്കുന്ന ലോകവും ജീവിക്കുന്ന ലോകവും തമ്മിലുള്ള അന്തരം. എവിടെ നാം താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നാം പാർക്കുന്ന ലോകം. എന്നാൽ അവിടെ തന്നെ ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് അയാൾ ജീവിക്കുന്ന ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഓരോരുത്തരുടെയും ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും അവരവർ ജീവിക്കുന്ന ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി അടുത്തത് അനുഭവക്കുറിപ്പാണ്. സ്നേഹിച്ചവരെ വേർപിരിഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം. അപ്പോഴുണ്ടായ വികാരം, വീണ്ടും ഓർക്കുമ്പോഴുള്ള വിഷമം, ഇവയൊക്കെ ഉൾപ്പെടുത്തി അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപർണയുടെ അനുഭവക്കുറിപ്പ്. 5ാം ക്ലാസ് വരെ ഞാൻ നാട്ടിൽ തന്നെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. അച്ഛന് സ്ഥലമാറ്റമായപ്പോൾ ആ സ്കൂൾ വിട്ട് നഗരത്തിലെ മറ്റൊരു സ്കൂളിലേക്ക് ചേരേണ്ടി വന്നു. അതുവരെ കൂടെ പഠിച്ച കൂട്ടുകാരെ വിട്ടുപോകുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അച്ഛനമ്മമാരെ പോലെ തന്നെ സ്നേഹമുള്ള അധ്യാപകരായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത്. അവരെ പിരിയുന്നതിലും സങ്കടമുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു രജനി. ഇനി അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും കരഞ്ഞു. അമ്മയാണ് അപ്പോഴൊക്കെ ആശ്വസിപ്പിച്ചത്. ക്ലാസ് തീർന്ന ദിവസം അവൾ വരച്ച ഒരു ചിത്രം സമ്മാനമായി തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി. അപ്പം നമ്മൾ ഇതുവരെ കഥാപാത്ര നിരൂപണം, അനുഭവക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് തുടങ്ങിയവ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡയറി എഴുതാനുണ്ട്, അതേപോലെ തന്നെ ജീവചരിത്രക്കുറിപ്പ് എഴുതാനുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.